ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ 5G വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ ജനറൽ സർവീസാണ്. പിന്നെ അത് കൂടാതെ കൊണ്ട് ഫ്രണ്ട് ഹാൻഡിലിനൊരു പിടുത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിടണം. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗവും ക്ലച്ചൊക്കെ നമ്മൾ അഴിച്ച് നോക്കണുണ്ട്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അടുത്ത സർവീസ് വരുമ്പോൾ 20,000-ലാണ് നമുക്ക് വരാം. 20,000 കിലോമീറ്റർ സർവീസിൽ വരുമ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ പ്ലഗൊക്കെ മാറണം. അതേപോലെ തന്നെ ക്ലച്ച് ഫുള്ളായിട്ട് അഴിച്ച് അതിൻ്റെ പിന്ന് കാര്യങ്ങളൊക്കെ മാറ്റി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. അതൊക്കെ 20,000 കിലോമീറ്ററിൻ്റെ സർവീസിൽ വന്നതാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ എയർ ഫിൽറ്ററൊക്കെ ക്ലീനാക്കി റീസെറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തായി നമ്മളിപ്പോൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും ബെൽറ്റ് പൊട്ടൽ ചെറിയൊരു ക്രാക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇപ്പോൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവ് അടങ്ങുന്ന ഒരു യൂണിറ്റാണിത്. അതിൻ്റെ ചെക്ക് ചെയ്യുമ്പോഴായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്നും പറയാനില്ല. ഈ ക്ലച്ച് യൂണിറ്റും അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അടുത്ത സർവീസ്, അതായത് 20,000-ൻ്റെ സർവീസ് വരുമ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് അഴിക്കണം. അതിൻ്റെ ഉള്ളിൽ പിന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഗ്രീസ് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അത് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്കാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്. നല്ലൊരു ചെക്ക് ചെയ്തിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ ഈ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ആ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ചെറുതായിട്ട് ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് കൈയോടെ തന്നെ അഴിച്ച് നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ് ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കൂട്ടത്തിലൂടെ അതിൻ്റെ ടാപ്പറ്റിൻ്റെ വാൽവ് ക്ലിയറൻസും കൂടി നമുക്കൊന്ന് വാൽവിൻ്റെ ക്ലിയറൻസും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു അടി സൗണ്ട് വരുന്നുണ്ട്. ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ആക്സിലേറ്റർ കേബിളായാലും ടൈറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ പ്രശ്നമില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ഹാൻഡിൽ നല്ല രീതിയിൽ പിടുത്തം കാണിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ഹാൻഡിലിൻ്റെ സെൻട്രൽ തന്നെ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയും, അതിൻ്റെ ടൈറ്റാണ് വണ്ടിക്ക് ആ സൈഡ് പാളിച്ച് കാണിക്കണേ. അത് മാത്രമല്ല വേറെ അതിൻ്റെ ബുഷ് സെറ്റ് കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ഉണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ലിങ്ക് സസ്പെൻഷൻ നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് വരാം. അതിൻ്റെ ലിങ്ക് ബുഷ് പോയി കിടക്കുകയാണ്. അതായത് ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതഴിച്ച് നമുക്ക് ഈ ബുഷ് ഇത് സെറ്റായിട്ടാണ് വരാം. രണ്ടിൻ്റെയും ബുഷ് മാറ്റിയാലേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. അതേപോലെ തന്നെ കുഷ്യൻ അസംബ്ലിയുടെ ബുഷും കൂടി മാറ്റിയിടുമ്പോഴാണ് നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഭാഗം ഓക്കെ ആവുള്ളൂ. അതായത് ഹാൻഡിലിൻ്റെ ബെയറിങ് മാറണം, അതായത് കോൺസെപ്റ്റ് മാറണം, ബുഷ് സെറ്റ് മാറണം, ഈ ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഹാൻഡിലൊന്ന് ഒരു കൈയൊക്കെ എടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്. അത് ഈ ടയറുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈൻറ്റ് കേട്ടോ. ടയറിൻ്റെ അലൈൻമെൻറ്റിൽ വന്ന മിസ്റ്റേക്കാണ്. അത് പരമാവധി ഉപയോഗിക്കുക, അത് മാറ്റി കളയാനാണ് പറ്റുള്ളൂ. ടയർ മാറ്റിയാൽ തന്നെയാണ് കംപ്ലൈൻറ്റ് റെഡി ആവുള്ളൂ. അപ്പോൾ മാക്സിമം ഉപയോഗിക്കുക. ഇനി അതല്ല 100% വെട്ടൽ നമുക്ക് വേണ്ട, മാറണം എന്നാണെങ്കിൽ നമുക്ക് ടയറും കൂടി മാറ്റിയാലാണ് ആ കംപ്ലൈൻറ്റ് 100% പരിഹരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തേക്കാണ് പ്ലഗ് മാറേണ്ടത്. അടുത്ത 20,000 കിലോമീറ്ററിൻ്റെ സർവീസിൽ മസ്റ്റായിട്ടത് മാറാനായിട്ട് ശ്രദ്ധിക്കാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് കൂട്ടത്തേക്കൊന്ന് മാറ്റിവിടാം, കാരണം അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കാണ് മെയിനായിട്ട് വന്നേക്കണേ. പിന്നെ അതിന് പുറമെ വന്നേക്കുന്ന വർക്കാണ് നമുക്ക് ഫ്രണ്ട് കോൺസെപ്റ്റിൻ്റെ കംപ്ലൈൻറ്റ്. ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കേബിൾ ഔട്ടർ വലിയ നിൽക്കുകയാണ്. ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കേബിളിൻ്റെ അത്രയും തന്നെ ഇത് ഇവിടെ നിന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വലിയാനായിട്ടുള്ള ലെങ്ത് ഉണ്ട്. ഈ ബ്രേക്കിൻ്റെ കേബിളിനകത്തില്ല. അത് ഔട്ടർ വലിഞ്ഞേക്കണാണ് ആ കംപ്ലൈൻറ്റ് വന്നേക്കണം. എൻ്റെ റീസൺ അപ്പോൾ ആ ഒരു കേബിൾ മാറ്റിയിട്ടാൽ തന്നെയാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഒന്ന് ആക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഫ്രണ്ട് ടയറിൻ്റെ കേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ പറയണം. അത് നമ്മളിപ്പോൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. നിലവിലിപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നത് ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ്, ലിങ്കിൻ്റെ ബുഷുകൾ, അതേപോലെ കുഷ്യൻ അസംബ്ലിയുടെ ബുഷ്, ഈ ഒരു ബ്രേക്കിൻ്റെ കേബിള്, പിന്നെ സെക്കൻഡറി ഫിൽറ്റർ, അതേപോലെ തന്നെ എൻജിൻ ഓയിൽ, ഹെഡിൻ്റെ അതേപോലെ ഗ്യാസ്കറ്റിൻ്റെ റബ്ബറും അതിൻ്റെ ഓറിനും അതുകൂടി മാറ്റണം. അത് കറക്റ്റായി പോകും. പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റിയതാണ്. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്ക് 12.82 വോൾട്ട് നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സ്റ്റാറ്റസ് അറിയാനായിട്ട്. അപ്പോൾ നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ സെൽഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം. കാരണം ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫെയിൽഡ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അതൊന്നും നമ്മൾ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല. ഞാനപ്പോൾ അത് ചെക്ക് ചെയ്ത കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ ഞാനതൊന്ന് ഇൻഫോം ചെയ്തു എന്നുള്ളൂ. അതേപോലെ അപ്പോൾ ബാറ്ററിയും ആ ഫ്രണ്ട് ടയറിൻ്റെ കേസും നമ്മളൊന്ന് തൽക്കാലം വേണമെങ്കിൽ പെൻഡിങ്ങിലിടാം. ടയറിൻ്റെ കേസ് മാറ്റുന്നുണ്ടെങ്കിലാണ് 100% വെട്ടൽ മാറുള്ളൂ.
അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് ഇൻഫോം ചെയ്യണം. ബാറ്ററി നമുക്ക് കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി, വേറെ കുഴപ്പമില്ല കേട്ടോ. വെക്കുമ്പോൾ നമുക്ക് ഈ ആമറോണിൻ്റെ ബാറ്ററിയൊക്കെ വെക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് ഒരല്പം ലോക്കലായിട്ടുള്ള ബ്രാൻഡാണ്. കുറച്ചുകൂടി ബെറ്റർ നമുക്ക് ആമറോണാണ്. നമ്മൾ വേറെ ബാറ്ററിന് ഇതായിട്ട് പറയണമല്ല, കാരണം കുറച്ചുകൂടി നമുക്ക് ക്ലെയിം വാറണ്ടി സംബന്ധമായിട്ടുള്ള ക്ലെയിം എന്തെങ്കിലും വന്നാൽ മാറ്റാൻ എളുപ്പം. അതേപോലെ തന്നെ കംപ്ലയിൻറ്റ്സ് പൊതുവെ കുറവ് കണ്ടേക്കണം നമുക്ക് അതിനാണ് കേട്ടോ. കാരണം നമ്മൾ പല ബാറ്ററിയും യൂസ് ചെയ്തതെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സജഷൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ അത്യാവശ്യം ബാക്കി എന്തെങ്കിലും പാർട്സുകളുടെ ആയാലും ലേബർ ചാർജിൻ്റെ ആയാലും അഡീഷണൽ വർക്കുകളുടെ ആയാലൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിനകത്തൊരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഏതൊക്കെയാണ് റേറ്റ്, ഇത് എന്താണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അതും കൂടിയും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം. ഓക്കെ.